റെസ്റ്റോറൻറ്റിൽ കിട്ടാത്തയും ഇതുവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തയായ ഒരു ചിക്കൻ ഫ്ലെക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെട്ടാലോ? ടെച്ചിങ്സിന് പറ്റിയ ഐറ്റമാണ്. അതിനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണയോ അല്ല സാധാ എണ്ണയോ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് സവോള മീഡിയം സൈസ് 2 സവോള ചേർത്ത് കൊടുക്കാം, ഇല്ല വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചില്ലി ഫ്ലെക്സ് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ മുരിഞ്ഞു വരണം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇതുപോലെയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. അത് നീളത്തിൽ അരിഞ്ഞത്. കൂടുതൽ തക്കാളി ഇതിലേക്ക് ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയ ചിക്കനാണ് നല്ലത്. അത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്ത് നമ്മൾക്കിത് മൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്ത് മൂടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കരുത്. മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 2-3-4 പ്രാവശ്യം ഇളക്കി യോജിപ്പിച്ച് മൂടി അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൽ വേറെ ഒരു മസാലകളും നമ്മൾ ചേർക്കണില്ല. ആകെ ചില്ലി ഫ്ലെക്സും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ വരട്ടി യോജിപ്പിച്ചെടുത്താൽ തന്നെ നമ്മുടെ ചിക്കൻ ഫ്ലെക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി. ചിക്കൻ കറി വെക്കാൻ അറിയാത്തവരാണ് എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലാതെ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് കട്ടൻ ചായ ആയിരുന്നോ?